ചെയ്ത് വാഹനത്തിൽ കയറുന്ന സമയത്ത് പാർക്കിംഗ് ഇവിടെയാണ്. അന്നേരമാണ് ഞാൻ ഓർത്തത്, ഞാൻ ഈ ഒരു സ്ഥലം നിങ്ങളെ കാണിച്ചു തന്നില്ല, ഇത് ഇവിടുത്തെ വാക്ക് വേ ആണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വാക്ക് വേ. ഒരു സൈഡിൽ നിന്ന് അങ്ങറ്റം വരെ ഇങ്ങനെയുണ്ട്. ആഹാ, എന്താ രസം അറിയാം. ഇവിടെ മോർണിംഗ് ആൻഡ് ഈവനിങ് വരണം. വൈകുന്നേരമൊക്കെ കോടയാണ് കംപ്ലീറ്റ്. ഏർലി മോർണിംഗും അങ്ങനെ തന്നെ. ഇത് നോക്കിയേ, ചുറ്റോട് ചുറ്റുള്ള കാഴ്ച, മലനിരകളും താഴ്വാരങ്ങളും. രസമാണ്, ഭയങ്കര രസമാണ്. പിന്നെ ഇങ്ങനെ ഇരിക്കാനായിട്ട് ബെഞ്ചസൊക്കെ അവർ ഇട്ടിട്ടുണ്ട് അവിടെ ആയിട്ട്. ആഹാ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഏരിയ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമുക്ക് പോസ് ചെയ്ത് കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കാം, എന്നിട്ട് നടക്കാം. ഒരു ഈവനിങ് വാക്ക്, ഒരു മോർണിംഗ് വാക്ക്. ഈ ഒരു റിസോർട്ടിൻ്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഗ്രീൻബർഗിൽ കൂടുതലും ഫാമിലി ആയിട്ടാണ് വരുന്നത്. കുട്ടികൾ, അച്ഛൻ, അമ്മ, പറ്റുമെങ്കിൽ നമ്മുടെ പേരൻസിനെയും കൊണ്ടുവരാം. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ് ടോട്ടലായിട്ട്. ഇറ്റ്സ് വെരി നൈസ് ഫുഡ് ആൻഡ് നൈസ് ആംബിയൻസ്, എല്ലാം കൊണ്ടും കൊള്ളാം. ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യാം. ദേ അങ്ങോട്ട് നോക്കിയേ, മലനിരകൾ. നാടുകാണി വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. ഇവിടെ കഫറ്റേറിയൊക്കെ ഉണ്ട് കേട്ടോ, കാർഷിക വികസന ഓക്കെ ബോർഡിൻ്റെ കീഴിൽ. നാടുകാണി പവലിയൻ ഇവിടെ ഒരു വ്യൂ പോയിൻ്റാണ്, എല്ലാവരും വരുന്ന സ്ഥലം. എൻട്രൻസ് ഫീ ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഗ്രീൻബർഗ് റിസോർട്ടിൽ നിന്നും, അതായത് അത് കുളമാവ് ഭാഗത്താണല്ലോ, അവിടെ നിന്നൊരു കഷ്ടിച്ച് ഹാർഡ്ലി 1 കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ചുള്ളത്. ഇവിടെ നോക്കും, ഇവിടെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട്. ഇത് നാടുകാണി വ്യൂ പോയിൻ്റ് എന്നാണ് പറയുന്നത്. ആ വ്യൂ പോയിന്റിൽ ഇങ്ങനെ കെട്ടിയെല്ലാം ഇട്ടിട്ടുണ്ട്. പക്ഷേ അപ്കീപ്പ് കുറവാണ് കേട്ടോ, അത് പെയിൻ്റൊന്നും അടിക്കാണ്ട് കുറച്ച് കുഴപ്പമാണ്. പക്ഷേ ഇതൊരു ബ്യൂട്ടിഫുൾ വ്യൂ പോയിൻ്റാണ്, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങോട്ട് നോക്കാം. ഇതാണ് നാടുകാണി വ്യൂ പോയിൻ്റ്. ഈ വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സൗന്ദര്യമുള്ള വ്യൂ ആണ്. പക്ഷെ ഇപ്പോൾ ഇച്ചിരി നല്ല കോടയുണ്ട് കേട്ടോ, നല്ല മിസ്റ്റി ആയിട്ട് കിടക്കുകയാണ്. ഉച്ച സമയം ആകാറായി. എന്നിട്ട് നോക്കിയേ, പക്ഷേ ഈ കാണുന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ മൂലമറ്റം ആ ഏരിയയാണ് താഴെ കാണുന്നത്. അതിൽ മൂലമറ്റം ഹൈഡ്രോ പവർ സ്റ്റേഷനാണ് ഈ തൊട്ട് താഴെ കാണുന്നത്. വലിയൊരു ബ്ലോക്കായിട്ട് കാണുന്നില്ലേ. പിന്നെ ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഡാം സൈറ്റിൽ നിന്ന് വെള്ളം വരുന്നത് അതൊക്കെ ഇപ്പോൾ കാണുന്നില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോട കൊണ്ടങ്ങ് മറിയാണ്. പിന്നെ ഇവിടെ എല്ലാം മലനിരകളുണ്ട്, അവിടെ എല്ലാം ചെറിയ ചെറിയ വാട്ടർഫോൾസൊക്കെ നമുക്ക് ചെറുതായിട്ട് എനിക്ക് കാണാം. ക്യാമറയിൽ പതിയുന്നുണ്ടോ എന്നറിയില്ല, കാര്യം അത്രയ്ക്ക് മിസ്റ്റിയാണ്. അതെ, അയ്യോ, മിസ്റ്റി മൗണ്ടൻസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ കിടക്കുക ചുറ്റോട് ചുറ്റും. ഇപ്പോൾ മേഘങ്ങളൊക്കെ താഴെ ഇറങ്ങി നിൽക്കുക, ആ ഒരു ഫീലിങ്ങിലാണ് ഇവിടെ നിൽക്കുന്നത്. എന്ത് രസമാണ്. പക്ഷേ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ അതെല്ലാം ഇങ്ങനെ അവിടെ ആയിട്ട് ഇങ്ങനെ സ്പോട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. ഇപ്പോൾ ഒരു മഴയെല്ലാം കഴിഞ്ഞതുകൊണ്ട് കുറച്ച് വെള്ളമുണ്ട് ആക്ച്വലി, ഇങ്ങനെ താഴേക്ക് ഒഴുകുന്നുണ്ട്. എത്ര നേരം വേണമെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ സാധിക്കും നമുക്ക്. ഭയങ്കര രസമല്ലേ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുന്നത്. പക്ഷേ ഇതിങ്ങനെ അവരിങ്ങനെ 2 നിലയായിട്ടാണ് ഈ ഒരു വ്യൂ പോയിൻ്റ് കെട്ടി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്തോട്ട് പാറയൊക്കെയാണ്, വേണമെങ്കിൽ അവിടെ സൈഡിലൊക്കെ പോയി നിൽക്കാം. എന്നാലും ഇത് കുറച്ചുകൂടെ സേഫാണ്. ഇത് ഒരു ടിക്കറ്റ് എടുക്കണം, കയറുമ്പോൾ എൻട്രൻസിലുണ്ട്. വളരെ ചെറിയ പൈസ ഉള്ളൂ, 25 രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ കുറേ നേരം നമുക്കിവിടെ നിൽക്കാം. ഇവിടെയൊക്കെ പാറയുണ്ട്, ഈ ഭാഗത്തൊക്കെ നിന്നാലും കാണാം. പക്ഷെ അതൊരു പ്രത്യേക പോയിൻ്റാണ് ഏറ്റവും മുകളിൽ. സാധാരണ ഇവിടെ കുറേ വിസിറ്റേഴ്സ് ഈവനിങ് ടൈം രാവിലെയൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ ഒരു ഓട്ട് ടൈമാണ്. എന്നിട്ട് പോലും ഞങ്ങൾ വന്നപ്പോൾ 2-3 കാറൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ആൾക്കാരും ഉണ്ടായിരുന്നു. അവരൊക്കെ പോയി, പുതിയ ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതുവഴി ഇങ്ങനെ സ്റ്റെപ്സ് ഉണ്ട്, ആ പാറയുടെ അവിടെയും വേണമെങ്കിൽ പോയി നിൽക്കാം. പക്ഷേ മറ്റതാണ് കറക്റ്റ് വ്യൂ. ഇത് അഗാധമായ കുക്കയാണ് കേട്ടോ താഴോട്ട്, അതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഫെൻസ് ചെയ്തിരിക്കുന്നത്. സൂക്ഷിച്ച് മാത്രം ഇവിടെയൊക്കെ വരിക. വാ, വ്യൂ പോയിൻ്റ് അവിടെ നിന്ന് നോക്കിയാലും കാണാം, ഇവിടെ നിന്ന് നോക്കിയാലും കാണാം. എന്ത് നല്ല കാറ്റ്, തണുത്ത കാറ്റ്. ഇതെല്ലാം ഇടുക്കി ജില്ലയുടെ ഭാഗമാണ്. എന്ത് അല്ലേ, ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ അഭിമാനിക്കാം. അവർക്ക് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഭൂമിയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ സൗന്ദര്യം പറഞ്ഞാൽ മൗണ്ടൻസ് ആൻഡ് വാലീസ്, പിന്നെന്താ കടൽ തീരങ്ങൾ, ബീച്ചസ് എല്ലാം ഉണ്ട്. നമുക്കെല്ലാം സമൃദ്ധമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ആസ്വദിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഈ ഒരു ഗ്രീനറി, ഈ ഒരു ക്ലൈമറ്റ്, ഈ ഒരു കൂൾ
ഫീല് ഒക്കെ നമുക്ക് ഒരുപാട് റിജുവനേഷൻ തരുന്ന കാര്യങ്ങളാണ്. മൈൻഡ് റിലാക്സേഷൻ. അപ്പോൾ കുളമാവ് ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നാടുകാണി വ്യൂ പോയിൻറ്റ് കണ്ടുപിടിക്കാനൊന്നും ഒരു പാടുമില്ല. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണെന്ന് ഞാൻ പറയും. കുറേ നല്ല ഫോട്ടോഗ്രാഫ്സും ഒക്കെ എടുക്കാം. ഡാം അതിൻ്റെ ആ ഒരു റിസർവോയർ ഏരിയ കഴിഞ്ഞ് ഇങ്ങനെ വെള്ളം വരുന്നത് നമുക്ക് കാണാം. ഓക്കെ, കുറച്ച് മിസ്റ്റി ആണ് എങ്കിലും വിസിബിളാണ്. നല്ലൊരു ഊഞ്ഞാൽ കൊണ്ടിരുന്ന ആടെ. ആഹാ, എന്ത് രസം അറിയാം. പിന്നെ വേറൊരു കാര്യം, ഈ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കുട്ടി ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. അവർക്ക് കുഞ്ഞുങ്ങളായിട്ട് വരികയാണെങ്കിൽ അവർക്കൊരു പ്ലേ ഏരിയ ഉണ്ട്. വലിയവർക്ക് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലും ഇരിക്കാം. അവിടെ നിന്ന് നോക്കിയാൽ അവിടെ ഒരു വ്യൂ പോയിൻ്റാണ്. അവിടെയും ഫെൻസ് ചെയ്തിട്ടുണ്ട്. ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ആ ഭാഗത്തേക്കൊക്കെ കൊണ്ടുപോകും. അണ്ടർ സൂപ്പർവിഷൻ, അഡൽട്ട് സൂപ്പർവിഷൻ ആയിരിക്കണം. കാര്യം ആ താഴത്തെ റെയിലിങ്സ് അത്രയും അടുപ്പിച്ചല്ല വെച്ചിരിക്കുന്നത്. ഓക്കെ, പക്ഷെ അവിടെ നല്ല കുറച്ച് സ്വിങ്, കുറേ കാര്യങ്ങളുണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് സിഗ്നലുള്ള ഒരു പാലം അല്ലേ? അടിപൊളി. ഈ ഒരു പാലം വൺ വേ ആണ്. അത് കാരണം ഒരു സിഗ്നൽ ഉണ്ട് ഇവിടെ. ഇതിങ്ങനെ സാധാരണ റോഡിൽ ഇങ്ങനെ സിഗ്നൽ കാണാറില്ല. പക്ഷേ ദിസ് ഇസ് അനദർ പ്ലേസ്. നമ്മൾ പോകുന്ന വഴിയാണ് പാലായിലേക്കാണ് പോകുന്നത്. ഈ ഒരു പാലത്തിലാണ് സിഗ്നൽ പാലം. മറ്റൊരു മനോഹരമായ സ്ഥലത്തെത്തി വാഹനം നിർത്തി. ഇത് തൊടുപുഴയ്ക്ക് അടുത്തൊരു സ്ഥലമാണ്. തൊടുപുഴയാണ്. കുറച്ചുള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരു 10-250 സിനിമയുടെ ലൊക്കേഷനായിരുന്ന സ്ഥലമാണെന്ന് പറഞ്ഞത്. ഇപ്പോഴും നമ്മൾ വന്നപ്പോൾ അവിടെ സെറ്റിൻ്റെ പണി നടക്കുക ഒരു സൈഡിൽ. ഏതാണ്ടൊരു ഷൂട്ടിങ് വരുന്നുണ്ട്. അപ്പോൾ കുറേ വീടുകൾ പള്ളിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു തിരക്കിലാണ് അവിടെ. എന്ത് ബ്യൂട്ടിഫുള്ളായിട്ട് കിടക്കുന്നത്. ഇത് കുളമാവ് ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ്. നല്ല സ്റ്റില്ലായിട്ട് കിടക്കുന്നുണ്ടോ. അയ്യോ, ഒരു ഭംഗിയാ. അതും മാത്രമല്ല, ചുറ്റും നോക്കിക്കോളൂ. ഒരു ബ്യൂട്ടിഫുൾ ഒരു ഫ്ലവർ ഉണ്ട്, ഒരു പിങ്ക് ഫ്ലവർ. ആ ഒരു ഫ്ലവർ ഇങ്ങനെ പലയിടത്തായിട്ട് ഇങ്ങനെ ആ മരത്തിൽ ഇങ്ങനെ പൂത്ത് കിടക്കും. ഈ സ്ഥലത്തിൻ്റെ പേര് കൊടയത്തൂർ എന്നാണ്. കൊടയത്തൂർ അങ്ങനെ പറഞ്ഞേ. അപ്പോൾ ഇത് തൊടുപുഴ തന്നെയാണ്. ഇതൊക്കെ എന്താ ഭംഗി. ഇത് നോക്കിയേ, ഈ വെള്ളം സ്റ്റില്ലായി ഒരു കണ്ണാടി പോലെ കിടക്കുകയാണ്. ആ ഒരു മൗണ്ടൻ്റെ ഷാഡോ ഒക്കെ ഇതിൽ കാണാം. അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് ഇങ്ങനെ ഒരു അനക്കമില്ലാണ്ടാണ് കിടക്കുന്നത്. സോ ബ്യൂട്ടിഫുൾ. എനിക്ക് പറയാൻ വാക്കുകളില്ല. ഞാൻ ഈ സ്ഥലം കണ്ടങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആയിട്ടിരിക്കുകയാണ്. ഇത്രയും ബ്യൂട്ടിഫുൾ സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിൽ. ഞാനിതൊക്കെ മിസ് ചെയ്തല്ലോ ഇത്രയും കാലം. ആ പൂക്കളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന നോക്കിയേ. ഈ പിങ്ക് ആൻഡ് വൈറ്റ്. ആ പൂവ് മണിമരുതെന്നാണ് പറയുന്നത്. ആ പേര് ഇവിടുത്തെ ലോക്കൽ ആയിട്ട് അന്വേഷിച്ചപ്പോൾ അങ്ങനെ അറിഞ്ഞത്. ഭയങ്കര രസമുണ്ട്. പിന്നെ ഇതൊരു ചെറിയ പാലം. ഇതിലൊരു 2 വീലറൊക്കെ പോകത്തുള്ളൂ. പിന്നെ 2 വീലേഴ്സ് പോകുന്നുണ്ട് ഇടയ്ക്ക്. പിന്നെ പശു മുതലായ ആൾക്കാർ ഇതുവഴി പോകുന്നുണ്ട്. എന്ത് രസമാണ്. അങ്ങനെ മണിമരുതെന്ന് പറയുന്നത് ഈ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. ഈ മരം പല പല കളേഴ്സിൽ ആ പൂക്കൾ പൂക്കുന്നാണ് പറയുന്നത്. പക്ഷെ എന്ത് പറയാൻ ഈ സ്ഥലത്തിനെ കുറിച്ചൊക്കെ ഒന്നും പറയാനില്ല. കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഒരു പ്രാവശ്യമെങ്കിലും വരണം കേട്ടോ ഇവിടെ. സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ചുമ്മാതല്ല സിനിമാക്കാർ മുഴുവൻ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്ത് അവരവിടെ സെറ്റ് ഇട്ടിട്ട് അവരുടെ ഒരു ഗ്രാമമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറേ വീടുകൾ വയ്ക്കുന്നു. അതിനായിരിക്കും നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് സിനിമ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ നാട്ടുകാർക്ക് ഇതൊന്നും ഒരു പുതുമയല്ല. ഇപ്പോഴൊക്കെ സിനിമാക്കാർ വന്നാൽ അവരാരും അങ്ങോട്ട് നോക്കാറ് പോലും ഇല്ല എന്ന് പറഞ്ഞവർക്ക് അത്രയ്ക്ക് കോമൺ ആയിരുന്നു. ഒരു കാര്യമില്ല. അങ്ങനെ തൊടുപുഴയ്ക്കടുത്തുള്ള തൊടുപുഴ തന്നെയാണ് കൊടയത്തൂർ എന്ന് പറയുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ. സിനിമാക്കാരുടെ ഫേവറേറ്റ് സ്പേസ്. ഈ പാലത്തിലൂടെ നടന്നു പോകുമ്പോൾ വേറൊരു കാഴ്ച കൂടെ കാണാം. ഈ ഒരു മലയുടെ മേളിൽ ആ ഒരു ഭാഗത്താണ് ഇലവീഴ പുഞ്ചിറ എന്നുള്ള അനദർ ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷൻ. അവിടെ വേണമെങ്കിൽ നമുക്ക് പോകാം. പക്ഷേ ഇന്നിപ്പോൾ സമയം നമുക്ക് വേറൊരു ദിവസം വന്നിട്ട് പോകാം. ഓക്കെ, അതിങ്ങനെ അവിടെ പോയിട്ട് പിന്നെ ജീപ്പിൽ കയറി സവാരി എടുത്തിട്ട് ഏറ്റവും ടോപ്പിലെത്താത്തും അതിനെക്കാട്ടിലും ഭംഗിയുള്ളൊരു സ്ഥലം. പക്ഷേ ഇതൊരു സ്ഥലമാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. എന്തായാലും ഇവിടുന്ന് പോകണം. അധികം നേരം നിൽക്കാൻ പറ്റില്ലല്ലോ. കുറേ ഫോട്ടോസ് റീൽസ് എല്ലാം എടുത്തു കഴിഞ്ഞു. ഇനി നേരെ ഇവിടെ അടുത്ത് തന്നെ ഒരു നല്ലൊരു കുഞ്ഞു കടയുണ്ടെന്ന് പറഞ്ഞു. അവിടെ നമ്മൾ ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എല്ല് കറിയൊക്കെ കിട്ടുന്നൊരു കടയാണ്. എന്തായാലും അവിടെ കിട്ടും.
കുടയത്തൂർ ടൗൺഷിപ്പിൻ്റെ ആ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ അടുത്ത് തന്നെ കേട്ടോ. കുടയത്തൂർ ഒരു ഓഡിറ്റോറിയം ഉണ്ട് ഇവിടെ ചെറിയൊരു ടൗണാണ്. ഇതാണ് ഒരു ചെറിയ ഹോട്ടലാണ്. ഹോട്ടൽ എന്താ പേര് നോക്കട്ടെ. ഹോട്ടൽ ആൻഡ് ഫാമിലി റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ ബിരിയാണി നല്ലതാ, എല്ലുകറി നല്ലതാ എന്നൊക്കെ പറഞ്ഞു. ലിജു ഹോട്ടൽ. കിച്ചടി, എരിശ്ശേരി, തോരൻ, അച്ചാറ്, പപ്പടം, പ്രധാനപ്പെട്ട എല്ലാ കാര്യവും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ലാട്ടോ, എല്ലാം കൂടെ ആൾക്കാരുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് പൊറോട്ട, പിന്നെന്താ എല്ലുകറി, ബീഫ് ഫ്രൈ, കേര ഫിഷ് കറിയാണ്, നല്ല ചുമന്ന കറി, പിന്നെ ചോറും അതിൻ്റെ കറികളും, ചിക്കൻ ബിരിയാണി, സലാഡ് ആൻഡ് അച്ചാറ്. ഇതാണ് ടോട്ടൽ ഓർഡറിങ്. സാധാരണഗതിയിൽ ബീഫൊന്നും ഞാൻ കഴിക്കുന്ന ആളല്ല, പക്ഷേ ഈ എല്ലുകറി കുറച്ച് കഴിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും മാസ്റ്റർ പീസാണെന്ന് പറയുന്നത്. ഇവിടുത്തെ എല്ലുകറി, പിന്നെ ബിരിയാണിയും വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. വെരി നൈസ്. അടിപൊളി കേട്ടോ. കുടയത്തൂരിലെ ഹോട്ടൽ ലിജു ഹോട്ടൽ ടൗണിൽ തന്നെയാണ്. ബിരിയാണി കൂടിയാണ് ടേസ്റ്റിയാണ്. ഓക്കെ, സിംഗിൾ ബിരിയാണി എന്ന് പറഞ്ഞ് വാങ്ങിച്ചാൽ ചെറിയ ചെറിയ പീസുള്ള ബിരിയാണി കിട്ടും. ഇത് ഒറ്റ ബിരിയാണി, വലിയ പീസ്. നോക്കട്ടെ, സംതിങ് ഡിഫറെൻറ്റ്. നമ്മുടെ ബിരിയാണി സ്റ്റൈലല്ല, വേറെ സ്റ്റൈലാണ്. ഇവർക്ക് പൈനാപ്പിൾ എസൻസ് ഒക്കെ ചേർക്കുന്നത്. എന്താ കുറച്ച് എന്താ പറയുക, ചോറ് എല്ലാം ഇച്ചിരി കഴിക്കാൻ പോകും. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ലഞ്ച് ഇവിടെ കഴിയും. അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ചിറങ്ങി. ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബീഫ് ഫ്രൈയും എല്ലുകറി നല്ലതാണ്. ബീഫ് ഫ്രൈ നല്ലതാണ്, പൊറോട്ട, ഐസ്ക്രീം. ഓക്കെ, അപ്പോൾ ഭക്ഷണം കഴിഞ്ഞു. ഇനി തിരിച്ച് വീണ്ടും കണ്ടിന്യൂയിങ് യാത്ര. ഇനി ഇവിടെ നിന്ന് അടുത്താണ് പാലായിൽ ഒരു പഴംപൊരി സ്പെഷ്യൽ കടയുണ്ട്, മോഹനേട്ടൻ്റെ കട. അവിടേക്ക് പോകാം. അവിടുന്ന് ഇവിടെ വരുന്ന സ്ഥിതിക്ക് ആ ഭാഗത്തു കൂടി കയറുമ്പോൾ നമ്മൾ അവിടെ കയറാണ്ട് പോകണം, ശരിയല്ല. അവിടെയും പോയിട്ട് ആ കാര്യങ്ങളൊക്കെ കഴിച്ചു നോക്കണം, കാണണം. പാല എത്തി. പാല ടൗൺഷിപ്പിൽ നിന്ന് ഇച്ചിരി ഒന്നകത്തേക്ക് കയറുമ്പോൾ, അതായത് ഈ സ്ഥലം മുറിഞ്ഞറ വള്ളിച്ചിറ എന്ന് പറയും, കുറച്ച് അകത്തേക്ക് വന്നാൽ മതി. ഇവിടെയാണ് മോഹനൻ ചേട്ടൻ്റെ കട. വളരെ ഫേമസ് ആണ്, ഒരുപാട് യൂട്യൂബ് ചാനൽസിൽ വന്നിട്ടുള്ളതാണ്. പഴംപൊരിയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. നല്ല നൊസ്റ്റു കടയല്ലേ, നല്ല ഓടൊക്കെ ഇട്ട് കുറേ പഴക്കൊലകളൊക്കെ ഇവിടെ തൂക്കിയിട്ട്. മോഹനൻ ചേട്ടൻ്റെ പഴംപൊരിക്കടയിൽ എത്തിക്കഴിഞ്ഞു. അതെ, ചേട്ടൻ ഫ്രണ്ട് തന്നെ ഉണ്ട്. ഇതാണ് ആള്. അപ്പോൾ എന്തായാലും ഒത്തിരി കേട്ടിട്ടുണ്ട്, അപ്പോൾ വരണം എന്നുള്ള ആഗ്രഹം. ഞാൻ അതാ വിളിച്ചത്, ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി ലേറ്റായി, ഉച്ചയ്ക്ക് വരാൻ പറ്റില്ല. കുറച്ച് യാത്ര വഴിയിലൊക്കെ കുറച്ച് തിന്നു, അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് ഇത് മോഹനൻ ചേട്ടൻ്റെ ബ്രദറാണ്. സന്തോഷ്, അദ്ദേഹം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ എത്ര മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 9 മണിയാകുമ്പോൾ പഴംപൊരി തുടങ്ങും. 9 തൊട്ട് വൈകുന്നേരം 7-8 മണി വരെ ഫുൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ചൂട് 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 പഴംപൊരി. വിറകടുപ്പാണ് പ്രത്യേകത. പിന്നെ ഇവിടെ പഴംപൊരി വിത്ത് ബീഫ്, പോർക്ക്, എല്ലാം ഉണ്ട്. ഓക്കെ, പിന്നെ പൊറോട്ട അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. കള്ളപ്പ, ചോറ്, കാന്താരിക്കപ്പ, എല്ലാ ഐറ്റവും. അത് ശരി, അതല്ലേ ഈ സമയത്തും കിട്ടുമോ? എല്ലാം രാവിലെ 5:30 തൊട്ട്. കാന്താരി കപ്പ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? കാന്താരി തേങ്ങയും. ഓ, അത് ശരി. ഓ, കാന്താരി കപ്പ ഫേമസ് ആണല്ലോ. അപ്പോൾ അതെല്ലാം ഉണ്ട്, കുറേ സാധനങ്ങളുണ്ട്. കള്ളപ്പൊക്കെ ഉണ്ടല്ലേ? ഓ, അത് ശരി. പഴംപൊരി ഇങ്ങനെ ചൂട് 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 ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അടുപ്പിൻ്റെ അടുത്തേക്കേ പോകില്ല, അത്ര ചൂട്. അവിടെ നിന്നിട്ടാണ് ചേട്ടൻ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നത്. എത്ര വർഷമായിട്ടുണ്ടാവും? 55. അച്ഛൻ തുടങ്ങിയ കട. 2 ബ്രദേഴ്സാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇതിനി വരാനൊന്നും ഇല്ലല്ലോ. എത്ര യൂട്യൂബേഴ്സ് വന്നു കഴിഞ്ഞു? എല്ലാവരും വന്നു കഴിഞ്ഞു. അത്ര ഫേമസ് ആണ്. ഞാനൊക്കെ അവസാനം വന്ന ആളാണ്. കുറേ കാലം കൊണ്ട് വിചാരിക്കണം വരണമെന്ന്, പക്ഷേ ഇതുവഴി ഇങ്ങനെ പാസ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയില്ല.
ഇതൊക്കെ നോൺ സ്റ്റോപ്പ് വർക്കാണ് നടക്കുന്നത്. അവിടെ നല്ല തിരക്കുണ്ട് ഫ്രണ്ടില്, എപ്പോഴും തിരക്കാണ്. ചൂട് പഴംപൊരി എത്തിക്കഴിഞ്ഞു. പിന്നെ ബീഫ് കള്ളപ്പം, കാന്താരി കപ്പട്ട് പൊടി കോഫി, കട്ടൻ കാപ്പി. ഇത് ഈ കാപ്പിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതാണ് തോന്നുന്നു, അത്രയും ടേസ്റ്റ്. അതാണ് ഇത്രയും ടേസ്റ്റ്. പഴംപൊരിയിലേക്ക് കിടക്കുന്നു. ഇതൊക്കെ ബാറ്റർ റൈസാണ്, അതിലരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല കരുകരിപ്പ്. പഴം നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അതൊക്കെയായാലും ഇത്രയും ടേസ്റ്റ് വരും. ഇത് വെറുതെ കഴിക്കാം, ബീഫ് കോംബോയിലും കഴിക്കാം. ടു ഗുഡ്. രക്ഷയില്ല. ഞാൻ ബീഫിൻ്റെ ആളല്ല, എങ്കിലും ഇതുപോലെ റയർ ഒക്കേഷൻസിൽ അതിൻ്റെ ഒരു കോംബോ ഇവിടെ വരുമ്പോൾ അങ്ങനെ കഴിക്കില്ല എന്ന് പറഞ്ഞാൽ ശരിയായിരുന്നു. ഇതൊക്കെ കള്ളപ്പം നമ്മുടെ ഇതുപോലെയാണോ കേട്ടോ, ദോശ മാതിരി, തട്ട് ദോശ പോലെ. നൈസ്, അടിപൊളി. ആ തനി ടിപ്പിക്കൽ കള്ളപ്പം തന്നെയാണ്. നമ്മൾ പാലായിലായിരിക്കുന്ന കേട്ടോ. ഇതൊക്കെ കള്ളപ്പത്തിൻ്റെയൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലം തന്നെയാണ്. ഞാൻ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പോൾ ഇച്ചിരി ഒരു തിരക്ക് കുറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സമയം 4:15. അവിടെ ചൂടായിട്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. ചായയും കാപ്പിയും കുടിക്കാത്ത ഞാൻ ഇവിടെ വന്ന് കട്ടൻ കാപ്പി ഭയങ്കര ടേസ്റ്റാണ്. ഇവരുടെ ബീഫ് ഭയങ്കര ഫേമസ് ആട്ടോ. അപ്പം മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഈ ഭാഗത്തൂടെ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വരണം. വരാത്തവർ ഒരുപാട് പേര് വന്നു കഴിഞ്ഞാണ് ഞാൻ പറയുക. ഞാൻ കുറേ നാളെ ആഗ്രഹിക്കുന്നു വരണം എന്ന്, ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ കഴിച്ചു, അടിപൊളി, ഗംഭീരം. ഞാൻ ഇതുപോലൊരു പഴംപൊരി കഴിച്ചിട്ടേ ഇല്ല. പിന്നെ അടിപൊളിയായിരുന്നു, ഒത്തിരി ഇഷ്ടമായി. പിന്നെ അത് മാത്രമല്ല, ഞാൻ കട്ടൻ കാപ്പി കുടിക്കുന്ന ആളല്ല അങ്ങനെ വലുതായിട്ട്. കട്ടൻ കാപ്പി കുടിച്ചു, അതും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു, ഗംഭീരം കേട്ടോ. അപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ അതെൻ്റെ ഒരു വലിയ നഷ്ടമാണ്. കുറച്ച് പാഴ്സലും എടുത്തിട്ടുണ്ട്, വാങ്ങിച്ചു. ഓക്കെ, അപ്പോൾ പോയിട്ട് വരാം. താങ്ക് യു. ശരി. അങ്ങനെ പഴംപൊരി കടയിൽ നിന്ന് നിറച്ച് കഴിച്ചു കേട്ടോ. അയ്യോ എൻ്റെ ദൈവമേ, ഞാൻ കുറച്ച് പാഴ്സലും മേടിച്ചു. എന്തെങ്കിലും പോകുന്ന വഴിക്ക് പാല ആ ടൗണിൻ്റെ ആ ഭാഗത്തൊരു ഗോളി സോഡയുടെ ഒരു കടയും കൂടി ഉണ്ട്. അപ്പം അതും കൂടി ഒന്ന്, വയറിൽ സ്ഥലമൊന്നും ഇല്ലെങ്കിലും അവിടെ പോയി അതും കൂടി ഒന്ന് കഴിച്ചിട്ട് പോവാം, ടേസ്റ്റ് ചെയ്തിട്ട്. ഓക്കെ.
ടൗൺ എത്തിയത് ഇതാ കട കേട്ടോ. ബാബു സ്കൂൾ ബാർ പാല, ചെറിയ കടയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, ഇന്ന് സൺഡേ ആണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഓടി ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അത് അടച്ചു. ഞാൻ അങ്ങോട്ട് പോയ വഴിക്ക് ഇത് ഓപ്പൺ ആയിരുന്നു. ഞാൻ വിചാരിച്ചു പഴംപൊരി എല്ലാം കഴിച്ച് വെച്ച് തിരിച്ച് വരാമെന്ന്. തിരിച്ച് വന്നപ്പോൾ കട ഈസ് ക്ലോസ്. അപ്പോൾ എനിക്ക് ഭാഗ്യമില്ല ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം നമ്മൾ ഇതുവഴി വരുമ്പോൾ അവിടെ കയറാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി തിരിച്ച് നേരെ ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ്. ഒരു 4 to 5 hours അല്ല 5 മണിക്കൂർ കൂടുതലെടുക്കും ട്രിവാൻഡ്രത്ത്. അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ ട്രാവൽ വ്ലോഗ്സ്. ലവ് യു ഓൾ.